നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി കൊടുമൺ പ്ലാന്റേഷൻ മേഖലയിലെ ഭൂമി കൂടി സാമൂഹിക ആഘാത പഠനം നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സംസ്ഥാന സർക്കാർ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ശബരിമല വിമാനത്താവള ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 6-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ മന്ത്രി ബാബു ദിവാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കൊടുമണ്ണിലെ പ്ലാന്റേഷൻ മേഖല കൂടി വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ആഘാത പഠനം നടത്തുവാനുള്ള ഭൂമിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് മാസങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ഇതുവരെ പരിശോധന നടത്തിയില്ല എന്ന് മാത്രമല്ല, ആ പേര് പറയാൻ പോലും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാർ പൊതുജനങ്ങളുടെ ഇടയിൽ റഫറൻഡം നടത്തണം. വനമേഖലയല്ലാത്ത ഗതാഗത സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ സ്ഥലമുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കോടികൾ കൊടുത്ത് പൊന്നും വിലക്കെടുക്കാനുള്ള സർക്കാർ നീക്കം സംശയാസ്പദമാണ്. ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിന് പിന്നിൽ സർക്കാർ ഗൂഢാലോചനയാണ്. എരുമേലി മേഖലയിൽ വിമാനത്താവളം വരുന്നതിനേക്കാൾ ജില്ലയ്ക്കും സമീപ ജില്ലകൾക്കും ഗുണം ചെയ്യുക പദ്ധതി കൊടുമൺ എസ്റ്റേറ്റിൽ വരുമ്പോഴാണ്. ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. വിഷയത്തിൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്കുൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് എന്നും പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ ഡോക്ടർ വർഗീസ് പെരയിൽ, പഞ്ചായത്ത് അംഗം എ വിജയൻ നായർ, ആർ പത്മകുമാർ, ജോൺസൺ കുളത്തുംകരോട്ട്, സുരേഷ് കുഴുവേലിൽ, ടി തുളസീധരൻ, രാജൻ സുലൈമാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.